ജെറമ്യ 15 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, മോശയും സാമുവേലും എൻ്റെ മുമ്പിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എൻ്റെ മുമ്പിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോവുക എന്നവർ ചോദിച്ചാൽ നീ അവരോട് പറയണം. കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേലയക്കും. വധിക്കാൻ വാൾ, പിച്ചു ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവുകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീഭത്സ വസ്തുക്കളായി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയയുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേം, ആര് നിന്നോട് കരുണ കാണിക്കും? ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറം തിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു. ദയ കാണിച്ച് ഞാൻ മടുത്തു. അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി. ഉറ്റവരോട് വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിന വേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയാണവൾ ക്ഷീണിച്ചു തളർന്നു. അവൾ അന്ത്യശ്വാസം വലിച്ചു. പകൽ നേരത്ത് തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു. ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ച എന്തിന്? ഞാൻ കടം കൊടുത്തില്ല, വാങ്ങിയിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. കർത്താവെ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെയോ കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. വടക്ക് നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാകുമോ? നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെപ്പോലെ രാജ്യത്തിലുടനീളം ഞാൻ വിതരണം ചെയ്യും. നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും. എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു. കർത്താവെ, അങ്ങേക്കറിയാമല്ലോ, എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാനിടയാകരുതേ. ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദപ്രദമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു. എന്താണ് നിന്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവി പോലെ അവിടെ നിന്നെ വഞ്ചിക്കുമോ? കർത്താവോട് ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നദ്ധയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവോട് ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ജെറമ്യ 16 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ അരുത്. ഈ സ്ഥലത്ത് വെച്ച് ജനിക്കുന്ന പുത്രിപുത്രന്മാരെ പറ്റിയും അവരുടെ മാതാക്കളെ പറ്റിയും കർത്താവോട് ചെയ്യുന്നു, മാരക രോഗത്താൽ അവർ മരിക്കും. അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. നിലത്ത് വിതറിയ വിളമെന്ന പോലെ അവർ കിടക്കും.
അവർ വാളിനും പട്ടിണിക്കും ഇരയാകും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് അവരോട് ചെയ്യുന്നു, നീ വിലാപഗൃഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ എൻ്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആരും തന്നെ മുറിവേൽപ്പിച്ചും തലമുണ്ടനം ചെയ്തും ദുഃഖമാചരിക്കുകയില്ല. മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയുമില്ല. വിരുന്ന് നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവം, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ജനത്തോട് നീതി പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവരെന്നെ പരിത്യജിച്ചു, എൻ്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ നിങ്ങളുടെ കഠിന ഹൃദയത്തിൻ്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും. അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിനങ്ങൾ ഇതാ വരുന്നു. കർത്താവോട് ചെയ്യുന്നു, തങ്ങളെ തുരത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവോട് ചെയ്യുന്നു, പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്, അവ എനിക്ക് അജ്ഞാതമല്ല. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു. തങ്ങളുടെ മ്ലേച്ഛ വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശഭൂമി നിറച്ചു. അതിനാൽ ഞാൻ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും. എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്ന് പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും. എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവാണെന്ന് എൻ്റെ നാമമെന്ന് അവർ അറിയും.